വീട്ടുമുറ്റത്തെ പച്ചപ്പിലൂടെ ആരോഗ്യവും സ്വയം പര്യാപ്തതയും കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ വീട്ടമ്മമാർക്കായി വിഭാവനം ചെയ്ത എന്റെ അടുക്കളത്തോട്ടം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം പച്ചക്കറി വിത്തുകളും തൈകളും പോലീസ് ഉദ്യോഗസ്ഥ ജ്യോതി കൃഷ്ണകുമാറിന് നൽകിക്കൊണ്ട് ഏറ്റുമാനൂർ നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി ജോസഫ് നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ വൃക്ഷത്തൈ നടീലിന്റെയും വിതരണത്തിന്റെയും ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം സനിൽ ജോസഫ് നിർവഹിച്ചു. ആദ്യ വൃക്ഷത്തൈ സോണിയ വി നായർ ഏറ്റുവാങ്ങി. ഓരോ വീട്ടിലും ഒരു അടുക്കളത്തോട്ടം എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിലൂടെ വിഷരഹിത പച്ചക്കറികളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക, കുടുംബങ്ങളുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുക, സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ അസോസിയേഷൻ ആരംഭിച്ച എന്റെ അടുക്കളത്തോട്ടം പദ്ധതി തികച്ചും മാതൃകാപരമാണെന്ന് മേരിക്കുട്ടി ജോസഫ് പറഞ്ഞു. ഈ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ ഇന്ന് ഈ ഒരു പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നതിന് ഇതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം. നമുക്കറിയാം, വീടുകളിൽ ഇന്നിപ്പം വിഷരഹിതമായ പച്ചക്കറികളാണ് നമുക്ക് കിട്ടുന്നത്. വീടുകളിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കെമിക്കലും ഒക്കെ ചേർന്ന പച്ചക്കറികൾ കിട്ടുന്ന സമയത്ത് പോലും നമുക്ക് നമ്മളുടെ തൊടിയിൽ ഒരു ചെറിയ മുളക് ആണെങ്കിൽ പോലും നമുക്കത് നമ്മുടെ തീന്മേശയിൽ വരുമ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും, ഇത് എൻ്റെ വീട്ടിലല്ല, ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ അതൊരു മുളകാണെങ്കിൽ പോലും അതിൻ്റെ ആ മുളകിന് എന്ത് കേടുപാട് സംഭവിച്ചാലും അത് നമുക്കുണ്ടാകുന്ന സംതൃപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഒരു സംരംഭം, നിങ്ങൾ ഈ പദ്ധതി രൂപം കൊടുത്ത് നമ്മുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനൊക്കെ ഉത്തമമാണ് ഈ ഒരു നമ്മുടെ ഈ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഈ സംരംഭം നിങ്ങളിവിടെ പദ്ധതി തുടക്കമിട്ടത് നിങ്ങളുടെ ഈ അസോസിയേഷൻ്റെ ഒരു കൂട്ടായ പ്രയത്നത്തിനും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ അടുക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു പദ്ധതി കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിത്തുകൾ കൊടുത്തും പച്ചക്കറികൾ കൊടുത്തും ഒക്കെ ആ സന്തോഷം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സന്തോഷം. നമ്മുടെ കൂട്ടായ്മ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് നിർത്താൻ പറ്റും. അപ്പം ഈ ഒരു സംരംഭം നിങ്ങൾ നല്ലൊരു മുൻപോട്ട് നല്ലൊരു പദ്ധതിയായിട്ടും നമുക്ക് ശക്തിനഗർ എൻ്റെ ഒരു അസോസിയേഷൻ കീർത്തിനഗർ ഉണ്ട്. ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഏറ്റവും നല്ല മാതൃപരമായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ. കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണവും സൗഹൃദവും ശക്തിപ്പെടുത്താൻ ഈ പദ്ധതി ഉപകരിക്കട്ടെ എന്ന് അവർ ആശംസിച്ചു. പരിസ്ഥിതിയോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും ജൂൺ 5 മാത്രം ചിന്തിക്കേണ്ട ഒന്നല്ലെന്നും വർഷത്തിൽ 365 ദിവസവും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും വിവിധ രീതിയിൽ ഇടപെടേണ്ടതുണ്ടെന്നും സനിൽ ജോസഫ് പറഞ്ഞു. നമ്മുടെ പൂർവികർ നമ്മെ ഏൽപ്പിച്ച ഭൂമിയിൽ വരും തലമുറയ്ക്കും ജീവിക്കണമെന്ന ചിന്തയോടെ വേണം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതെന്ന് മാതൃകാ കർഷകൻ കൂടിയായ സനിൽ ജോസഫ് ചൂണ്ടിക്കാട്ടി. ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും നല്ല രീതിയിൽ അടുക്കളത്തോട്ടം തയ്യാറാക്കുന്ന വീട്ടമ്മമാർക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. അസോസിയേഷൻ സെക്രട്ടറി ജി വിനോദ് കുമാർ ആമുഖ പ്രസംഗം നടത്തി. രക്ഷാധികാരി ദിനേശ് ആർ ഷേണായി, ജോയിന്റ് സെക്രട്ടറിമാരായ MS അപ്പുക്കുട്ടൻ നായർ, TG രാമചന്ദ്രൻ നായർ, ഭാരവാഹികളായ KP രവികുമാർ, ഹരികുമാർ G നായർ, കൃഷ്ണൻകുട്ടിക്കുറുപ്പ്, സ്ത്രീശക്തി കോർഡിനേറ്റർ അമ്മിണി സുശീലൻ നായർ, ശ്രീകല രാജു, ബീന തുടങ്ങിയവർ സംബന്ധിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.